കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അടിമുടി മാറണം എന്നാണ് എ.ഐ.സി.സിയും ഹൈക്കമാൻഡും തീരുമാനിച്ചത്. പക്ഷേ അടിമുടി മാറ്റാൻ കേരളത്തിലെ നേതാക്കൾ സമ്മതിച്ചില്ല. കെ സുധാകരനെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചു. പക്ഷേ സുധാകരൻ ശക്തമായ പ്രതിഷേധമുയർത്തുകയും സുധാകരനെ നിലനിർത്തേണ്ട ഗതികേടിലേക്ക് ഹൈക്കമാൻഡ് എത്തിച്ചേരുകയും ചെയ്തു. സുധാകരൻ പറഞ്ഞത് ഒരു കാര്യം: തന്നെ മാറ്റണമെങ്കിൽ പ്രതിപക്ഷ നേതാവിനെയും മാറ്റണം. തന്നെ മാറ്റിയാൽ താൻ പ്രതിപക്ഷ നേതാവിനെയും കൊണ്ടേ പോകൂ. ഇതാണ് സുധാകരൻ പറഞ്ഞത്. സുധാകരന്റെ ഈ കടുംപിടുത്തത്തിന് മുമ്പിൽ ഹൈക്കമാൻഡിന് കീഴടങ്ങേണ്ടി വന്നു. ഇപ്പോൾ UDF കൺവീനർ സ്ഥാനം അത് മാറ്റാൻ അതിൽ UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് MM ഹസനെ മാറ്റാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനും അത് സ്വീകാര്യമാണ്. MM ഹസനെ കൊണ്ട് ചുക്കിനും കൊള്ളില്ല, ചുണ്ണാമ്പിനും കൊള്ളില്ല. ഇടതുപക്ഷത്തിനെതിരെ ശക്തമായി ഒന്ന് പ്രതികരിക്കാൻ പോലും MM ഹസന് കഴിയുന്നില്ല. അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ട്. ഈ സാഹചര്യത്തിൽ കെ മുരളീധരനെ UDF കൺവീനറാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഹൈക്കമാൻഡ് എന്നാണ് ഏറ്റവും ഒടുവിൽ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട്. നിങ്ങൾക്കറിയാം, പൊളിറ്റിക്സ് കേരള ഇത്തരം റിപ്പോർട്ടുകൾ ചെയ്യുമ്പോൾ അത് പാഴായി പോകാറില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കുന്ന കാര്യമാണ്. നേരത്തെ തന്നെ ഈ എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. മുരളീധരൻ ശക്തനായ നേതാവാണ്. മാത്രമല്ല മുരളീധരന് ഇപ്പോൾ ചില പരിഭവങ്ങളൊക്കെ ഉണ്ട്, വല്ലാത്ത പരിഭവങ്ങൾ. ആ പരിഭവം മുരളീധരൻ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട്. തന്നെ KPCC വേണ്ട വിധം സ്വീകരിക്കുന്നില്ല, വേണ്ട വിധത്തിൽ പരിഗണന നൽകുന്നില്ല എന്നൊക്കെയാണ് മുരളീധരന്റെ പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് മുരളീധരനെ UDF കൺവീനറാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. KPCCക്കും മുരളീധരനെ UDF കൺവീനറാക്കുന്നതിനോട് എതിർപ്പില്ല. മുരളീധരനെ പോലെ ഒരാൾ വന്നു കഴിഞ്ഞാൽ CPMനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു കൺവീനർ കിട്ടും എന്ന ആഗ്രഹമാണ് KPCCക്കും ഉള്ളത്. MM ഹസൻ പ്രായാധിക്യമായി. മാത്രമല്ല, MM ഹസൻ ഒരു പരിധി കഴിഞ്ഞ് കോൺഗ്രസിനെയോ CPMനെയോ ആക്രമിക്കാൻ കഴിയുന്നുമില്ല. UDF കൺവീനർ ദുർബലമാണെന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ UDF കൺവീനർ ദുർബലമാകുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ 2026 തെരഞ്ഞെടുപ്പിൽ വളരെ മോശമായി, വളരെ തിരിച്ചടിയായി കോൺഗ്രസിനത് വരും. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ മുരളീധരനെ കൺവീനറാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മുരളീധരൻ കൺവീനർ സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ LDFനെതിരായ സമരങ്ങൾ നയിക്കാൻ മുരളീധരൻ മുന്നിലുണ്ടാകും. മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നേട്ടവുമാണ്. ഏറെക്കാലമായി അദ്ദേഹം കോൺഗ്രസിൽ നിൽക്കുന്നു. ഒരു കാലത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം അധ്യക്ഷനായ കാലത്താണ് വീക്ഷണം പത്രം പുനഃപ്രസിദ്ധീകരിച്ചതും ജയ്ഹിന്ദ് ചാനൽ ഉണ്ടാക്കാനുള്ള പ്രാരംഭ നടപടികളൊക്കെ എടുത്തതും. അതൊക്കെ അദ്ദേഹത്തിൻ്റെ വലിയ വിജയമാണ്. അദ്ദേഹത്തിന് നല്ല സംഘടനാ കഴിവുണ്ട്. സംഘടനാപരമായി കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ UDF കൺവീനറാക്കി കഴിഞ്ഞാൽ 2026 തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം നേടാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ഹൈക്കമാൻഡും AICCയും ഒക്കെ മുരളീധരൻ UDF കൺവീനറാകുന്നതിനോട് വലിയ യോജിപ്പാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്.